സംഘടനാ പ്രശ്നങ്ങൾ ഒഴിയാതെ വയനാട് മുള്ളൻകൊല്ലിയിലെ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി വാർഡ് പ്രസിഡന്റ് തങ്കച്ചൻ കാനാട്ടുമല്ല രംഗത്തെത്തി. തന്നെ കള്ളക്കേസിൽപ്പെടുത്തി ജയിലിലടച്ചവരെ ഒരു വിഭാഗം സംരക്ഷിക്കുന്നുവെന്ന് തങ്കച്ചൻ ആരോപിച്ചു. ഡിവൈഎസ്പിയിലേക്ക് അന്വേഷണം മാറ്റിയ ശേഷം രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് വ്യക്തമായ സംശയമുണ്ട്. കാരണം ഇപ്പോൾ അന്വേഷണം തീരെ മന്ദഗതിയിലാണ്, യാതൊരു പുരോഗതിയും ഇല്ല. അനീഷ് മാമ്പള്ളി എന്ന് പറഞ്ഞ ആ ഒന്നാം പ്രതിയായ വ്യക്തിയെ ഇതുവരെ കേരള പോലീസിന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അപ്പോൾ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായോ എന്നൊരു സംശയമുണ്ട്. ഗൂഢാലോചനയിൽ ഇതിൽ മുന്തിയവരുണ്ട്, അതുകൊണ്ട് അവരുടെ സംരക്ഷണയിലാണ് അനീഷ് മാമ്പള്ളി ഉള്ളതെന്ന് തന്നെയാണ് എൻ്റെ ഉറച്ച വിശ്വാസം. KPCC പ്രസിഡന്റ് ബഹുമാന്യനായ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് വരെ എൻ്റെ വീട്ടിൽ വന്നു. പക്ഷേ വയനാട് DCC നേതൃത്വം ആരും വന്നിട്ടില്ല. അപ്പോൾ അത് ഇവരുടെ ഒളിച്ചുകളി, ഗൂഢാലോചന എന്നത് വ്യക്തമായി തെളിയിക്കുന്ന ഒരു ഇതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതിൽ ഗൂഢാലോചനയിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രതികൾ ഉന്നതരാണ്. വിഭാഗീയത മുള്ളൻകൊല്ലിയിലെ പാർട്ടിയെ ഇല്ലാതാക്കുമെന്നും തങ്കച്ചൻ പറഞ്ഞു. മുള്ളൻകൊല്ലി കോൺഗ്രസിൽ ശക്തമായ മുള്ളൻകൊല്ലി കോൺഗ്രസിൻ്റെ ഉള്ളൊരു ക്യാൻസർ പിടിപെട്ടിട്ടുണ്ട്. ആ ക്യാൻസറിനെയാണ് ഞങ്ങൾ തെളിച്ച് കാണിച്ചു തന്നിരിക്കുന്നത്. ആ ക്യാൻസറിനെ മുറിച്ച് മാറ്റാതെ മുള്ളൻകൊല്ലി കോൺഗ്രസ് രക്ഷപ്പെടില്ല. ആ ക്യാൻസർ മൂടി വെച്ചുകൊണ്ട് നിങ്ങൾ തൊലിപ്പുറത്തെ പാണ്ടിന് വേണ്ടി ചികിത്സിക്കേണ്ട എന്നുള്ള കാര്യം ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു. ഇപ്പോൾ തൊലിപ്പുറത്തെ പാണ്ടിന് മരുന്ന് തേച്ച് പ്രശ്നങ്ങളെല്ലാം തീർത്തു എന്ന് പറഞ്ഞ് ആ ക്യാൻസറിനെ മൂടി വെച്ചിരിക്കുകയാണ്. ഇത് ഈ പാർട്ടീനെയും കൊണ്ടേ പോകുള്ളൂ. ആ ക്യാൻസർ ഇതിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ ഈ പാർട്ടിയും കൊണ്ട് നശിപ്പിച്ച് കൊണ്ടുപോകും. ക്യാൻസർ അനീഷ് എന്നല്ല, ഈ ഗൂഢാലോചനയിൽ പങ്കെടുത്തവരെല്ലാം ക്യാൻസറിൻ്റെ ഭാഗങ്ങളാണ്. ഓരോരോ അവയവത്തിന് പിടിച്ച ക്യാൻസറാണ്. 24 പ്രൈം ടൈം ബ്രേക്കിങ്ങിന്റെ വിവരങ്ങളുമായി സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്ന് ചേരുകയാണ്. സുർജിത്ത്, ഈ വിഭാഗീയതയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നം അത് ജില്ലയിലെ കോൺഗ്രസിനെ ആകെ പിടിച്ചുലയ്ക്കുന്ന നിലയിലേക്ക് അതിൻ്റെ അനുരണനങ്ങൾ പോകുന്നത് നമ്മൾ കണ്ടതാണ്. പല വിഷയങ്ങളിലായി. അതിൽ തന്നെ പ്രധാനപ്പെട്ടതായിരുന്നു ഈ തങ്കച്ചനെ കള്ളക്കേസിൽ കുടുക്കി 17 ദിവസം ജയിലിലടച്ചു. പിന്നീട് നിരപരാധിയാണ് എന്ന് കണ്ട് പുറത്തേക്കിറങ്ങിയ സാഹചര്യമൊക്കെ. അതിനൊക്കെ പിന്നിൽ മുതിർന്ന നേതാക്കളുടെ സാന്നിധ്യമുണ്ട്, അവരുടെ ഗൂഢാലോചനയുണ്ട് എന്നതടക്കമുള്ള ആരോപണങ്ങൾ ശക്തമായി നിലനിൽക്കുന്നതിനിടയിലാണ് തങ്കച്ചൻ ഇക്കാര്യങ്ങൾ കൂടി വിശദീകരിക്കുന്നത്. എന്താണ് അദ്ദേഹം പറയുന്നത്? പാർട്ടി ഈ വിവാദങ്ങളിൽ എന്തെങ്കിലും പുതിയ നീക്കങ്ങൾ പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ടോ സുർജിത്ത്? റിജിത്ത്, മുള്ളൻകൊല്ലിയിലെ സംഘടനാ പ്രശ്നങ്ങൾ അവസാനിച്ചു എന്നുള്ളതാണ് നേതൃത്വം വ്യക്തമാക്കിയ കാര്യം. ഇതിനായി 2 അംഗ സമിതിയെ KPCC നിയോഗിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പുതിയൊരു അഡ്ഹോക് കമ്മിറ്റിക്കാണ് നിലവിൽ രൂപം നൽകിയിരിക്കുന്നത്. അതായത് മണ്ഡലം കമ്മിറ്റി പിരിച്ചുവിട്ട ശേഷം ഒരു അഡ്ഹോക് കമ്മിറ്റിക്കാണ് രൂപം നൽകിയിരിക്കുന്നത്. ഇത് നേരത്തെ മുൻ DCC പ്രസിഡന്റായിരുന്ന ND അപ്പച്ചന് നേരെ ഒരു ആക്രമണ ശ്രമം, അതിന്റെ തുടർച്ചയായുണ്ടായ സംഭവ വികാസങ്ങൾ, ഇതെല്ലാം തന്നെ പാർട്ടിയിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഒരു ജനപ്രതിനിധി ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ മാറുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയതാണ്. ഇതിന് തൊട്ട് മുമ്പാണ് ഇങ്ങനെ ഒരാളെ, അതായത് വാർഡ് പ്രസിഡന്റിനെ കള്ളക്കേസിൽ കുടുക്കിയ ഒരു ശ്രമം കൂടി ഉണ്ടായിട്ടുള്ളത്. അത് കഴിഞ്ഞ് അതിനുശേഷം പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് കാര്യമായ അന്വേഷണ പുരോഗതിയില്ല എന്നുള്ളതാണ് ഈ ജയിലിലടക്കപ്പെട്ട കോൺഗ്രസിന്റെ വാർഡ് പ്രസിഡന്റായിട്ടുള്ള തങ്കച്ചന്റെ ആക്ഷേപം. അദ്ദേഹം അത് തുറന്ന് പറയുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അത് മീനങ്ങാടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് കൂടിയായ അനീഷ് മാമ്പള്ളിക്കെതിരെയാണ്. അദ്ദേഹത്തിനെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടും അങ്ങനെ പിടികൂടാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് പോലീസ് എത്തുന്നില്ല. അതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്നുള്ള ആരോപണമാണ് തങ്കച്ചൻ ഉന്നയിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ KPCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ വീട്ടിലെത്തി. പക്ഷേ നേരത്തെ ഉണ്ടായിരുന്ന കോൺഗ്രസ് നേതാക്കൾ, DCC പ്രസിഡന്റായിരുന്ന പ്രസിഡന്റും ഇപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റും തന്നെ കാണാൻ എത്തിയിട്ടില്ല എന്നുള്ള ഒരു ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ ഈ ഗൂഢാലോചന നടത്തിയ ഇതുമായി ബന്ധപ്പെട്ടുള്ള അതുകൊണ്ടാണ് ഇത്തരത്തിൽ വരാൻ പോലും തയ്യാറാകാത്തെന്നുള്ള ആരോപണമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. ഈ അനീഷ് മാമ്പള്ളിയെ പിടികൂടിയാൽ ചില ഉന്നത നേതാക്കളുമായി ബന്ധപ്പെട്ട ചില രേഖകൾ അനീഷിന്റെ കൈവശമുണ്ട് എന്നാണ് കരുതുന്നത്. ആ രേഖകൾ പുറത്തു വരുമെന്നുള്ള ആശങ്കയാണ് ഇവർക്കുള്ളത്. മുള്ളൻകൊല്ലിയിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ക്യാൻസർ ബാധയാണ്, അതിന് തൊലിപ്പുറത്തെ ചികിത്സയല്ല വേണ്ടത് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അത് കൃത്യമായ രീതിയിൽ തന്നെ ക്യാൻസർ മുറിച്ചു മാറണമെന്നുള്ള കാര്യമാണ് അദ്ദേഹം പങ്കുവെക്കുന്നത്. ഇതിൽ അതായത് നിലവിൽ KPCC നിയോഗിച്ച DCC നേതൃത്വത്തിൽ ഇത് വിഷയം പരിഹരിച്ചു എന്ന് പറയുന്ന ആ വിഷയം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇങ്ങനൊരു പ്രതികരണം വാർഡ് പ്രസിഡന്റിന്റെ ഭാഗത്തുനിന്ന് തന്നെ ഉണ്ടായിരിക്കുന്നത്. വയനാട്ടിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.